ഭഗവതേ വാസുദേവായ. ആദിത്യാനാമഹം വിഷ്ണുർ ജ്യോതിഷാം രവിരംശുമാൻ മരീചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതന രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരുശിഖരിണാമഹം പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദ സരസാമസ്മി സാഗരഃ മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ അശ്വത്ഥഃ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ ഉച്ചൈശ്രവः സമശ്വാനാം വിദ്ധി മാമമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധുക് പ്രജനശ്ചാസ്മി കന്ദർപ്പഃ സർപ്പാണാമസ്മി വാസുകിഃ അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതॄണാമര്യമാ ചാസ്മി യമഃ സംയമതാമഹം പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് രാമായണത്തിലൂടെ സഞ്ചരിച്ചു. കഴിഞ്ഞ കർക്കിടക മാസം രാമായണ മാസമല്ലേ? ഞാനതിൻ്റെ കാരണമൊക്കെ പറഞ്ഞു. നമ്മൾക്കും അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ മാതിരി നമ്മളും നമ്മളാൽ ആവുന്ന വിധം സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയെ ഒന്ന് സ്മരിക്കാൻ ഉള്ള ഒരു സന്ദർഭം നമുക്ക് ലഭിച്ചു. അത് മഹാഭാഗ്യമായി കണക്കാക്കുകയാണ്. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവത്ഗീത തൽക്കാലം അവിടെ നിർത്തിവെപ്പിച്ചില്ലേ നമ്മളെ കൊണ്ട്. ഭഗവാൻ നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് തൽക്കാലം ഭഗവത്ഗീത അവിടെ ഇരിക്കട്ടെ. രാമായണം തന്നെ ചെയ്യിപ്പിച്ചു നമ്മളെ കൊണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ വിചാരിക്കാതെ തന്നെ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുക. കാരണം അതൊരു ഭാഗ്യമാണ്. പണ്ടൊക്കെ പറയാറുണ്ട്, കുറച്ച് ഇത്രയും യാത്രാ സൗകര്യമില്ലാത്ത ഒരു കാലത്ത് ഗുരുവായൂർ പോവുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കുറേ നടക്കുകയൊക്കെ വേണം. പിന്നെ ബസ്സൊക്കെ കുറവ്, ഒരു ബസ്സൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു കാലം, വളരെ പഴയ കാലത്ത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് പലരും പോവാറില്ല. ബുദ്ധിമുട്ട്, അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സന്ദർഭം അങ്ങോട്ട് കിട്ടുക, വിചാരിക്കാതെ പോവാ, ഞാൻ പോകുന്നുണ്ട്, എല്ലാം ഒരുക്കിയുണ്ട്, നമുക്കങ്ങോട്ട് പോവാം എന്ന് ഒരാൾ വിളിച്ചു കൊണ്ടുപോകുന്ന മാതിരിയാണ് പിള്ളേർ. രാമായണമൊക്കെ വേണം, ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളേതായിട്ട് ഒന്ന് വേണ്ടേ എന്ന് ഭഗവാൻ തോന്നിപ്പിച്ചു. ആ കാരുണ്യത്തിന് ഒന്നുകൂടി നമസ്കരിക്കുന്നു. ഈ പഴയ പോലെ നമ്മൾ ഭഗവത്ഗീതയെ കൂടെ സഞ്ചരിക്കുകയാണ്. ഭഗവത്ഗീത നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭൂതി യോഗം. ഭഗവാനല്ലാതെ ഒന്നുമില്ല, നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അത് ഒന്നുകൂടി വ്യക്തമാക്കണമെന്ന് അർജുനൻ ആവശ്യപ്പെടുമ്പോൾ ഭഗവാൻ ചോദിച്ചു, എങ്ങനെയാ പിന്നെ ഇതൊന്നും വ്യക്തമാക്കി കൊടുക്കേണ്ടത്? ഞാനല്ലാതെ ഒന്നുമില്ല എന്ന് അറിയില്ലേ? മത്തക്കിം അപരം നാന്യ കിഞ്ചിതസ്തി ധനഞ്ജയ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ, എന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്, ഞാനല്ലാതെ ഒന്നുമില്ല. അതിപ്പോൾ എങ്ങനെയാ മനസ്സിലാക്കി കൊടുക്കുക? ഇതൊക്കെ ഞാൻ തന്നെയാണ് അർജുന എന്ന് പറഞ്ഞു. ഒന്നുകൂടി അങ്ങോട്ട് വ്യക്തമാക്കണം. അപ്പോൾ ഭഗവാൻ സൂത്രം തോന്നി മനസ്സിലാക്കി. വിശേഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ
ഞാനാണെന്നങ്ങ് പറയാം. അപ്പോൾ അതിങ്ങനെ വിശേഷമായിട്ടുള്ള പറയാം. ഓരോരോ കുലങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, തടാകം, ജലം, വായു, അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, ഇങ്ങനെയുള്ളതൊക്കെ അങ്ങ് പറഞ്ഞാൽ ക്ഷേമമായിട്ടുള്ളല്ലേ. സൂര്യൻ എന്നാണ് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാം സൂര്യൻ്റെ പ്രകാശമൊക്കെ. അപ്പം അത് ഞാനാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുക ചെയ്യുന്നത്. ആദിത്യാനാം അഹം വിഷ്ണു ജ്യോതിഷാം അംശുമാൻ മരീചിർമരുതാമസ്മി നക്ഷത്രാണാം അഹം ശശി. നക്ഷത്രാണാം അഹം ശശി. നക്ഷത്രങ്ങളിൽ ഞാൻ ശശിയാണ്, ചന്ദ്രനാണ്. സൂര്യൻ ആണ് ഞാൻ. മരീചി കാറ്റ്. അപ്പോൾ അഗ്നി, സൂര്യൻ, വായു, ഇങ്ങനെ വയ്ക്കേണ്ട, എല്ലാം ഞാനാണ് എന്നങ്ങനെ പറയുക. അപ്പോൾ ഇത് ഞാനല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി അങ്ങോട്ട് സ്പെസിഫിക് ആയിട്ടും സൂക്ഷ്മമായിട്ടും വ്യക്തമായിട്ടും പറയുകയാണ്. പലതും അങ്ങനെ കാണുമ്പോൾ, ഒരു വൃക്ഷം കാണുമ്പോൾ, ഒരു നദി ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണുമ്പോൾ, അപാരമായ സമുദ്രം കാണുമ്പോൾ, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഭഗവാൻ അല്ലാതെ ഒന്നുമില്ലാതെ. ഇപ്പോൾ രാമായണത്തിൽ കൂടെ കുറച്ച് പോയല്ലോ. അപ്പോൾ ആ രാമായണത്തിൻ്റെ ഒരു സ്വാധീനം ഒന്ന് വരികയാണ്. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദാസനാണ് ഹനുമാൻ. രാമനില്ലാത്ത ഒന്നുമില്ല. രാമൻ എല്ലായിടത്തും ഉണ്ട്. രാമൻ ഇല്ലാത്തതിന് എനിക്കൊരു വിലയില്ല. എത്ര വില കൽപ്പിക്കുന്ന ഈ ലൗകിക ലോകത്തിൽ എത്രയും വില കൽപ്പിക്കുന്നതായിട്ടുള്ള വസ്തുവിന് പോലും ഒരു വിലയില്ല. അതിൽ ശ്രീരാമൻ ഇല്ലെങ്കിൽ, ശ്രീരാമൻ, സീത മുതലായവർ, ഇതൊക്കെ എന്താണ്, ഇൻസെപ്പറബിൾ ടു എന്ന് പറഞ്ഞാൽ അത് വിഭജിക്കാൻ സാധിക്കില്ല, വേറെടുക്കാൻ പറ്റില്ല. അത് എൻ്റെ മനസ്സിലുണ്ട് എന്നാണ്. അടിയൻ്റെ മനസ്സിലുണ്ട് എപ്പോഴും മായാതെ അവതാര കൃഷ്ണാനിൻ കള്ളനോട്ടം. ഭഗവാനെ ഓർക്കുക, ഭഗവാനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക, ഭഗവാനല്ലാതെ വേറൊന്നുമില്ല എന്ന് ഹനുമാൻ വ്യക്തമാക്കുന്ന ഒരു സന്ദർഭം രാമായണത്തിലുണ്ട്. രാമായണത്തിൽ ഭഗവാന്റെ ആ കാരുണ്യം അനുഭവിച്ച ആളാണ് ഹനുമാൻ. ശ്രീരാമചന്ദ്രസ്വാമിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തതുമായ കാര്യം ചെയ്തു. സീതയെ കണ്ടുപിടിച്ച് എവിടെയാണെന്ന് പറഞ്ഞ് വിവരം പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ സുഗ്രീവൻ്റെ ആ സുഗ്രീവനായിട്ടുള്ള സഖ്യം, ഇതൊക്കെ ചെയ്തു കൊടുത്ത ആൾ ശരിക്ക് ശ്രീരാമചന്ദ്രന് വേണ്ടിയിട്ട് ഹനുമാനാണ്. അപ്പോൾ ഈ ഹനുമാൻ സ്വാമിക്ക് എന്താ ഒന്ന് കൊടുക്കുക? ഏറ്റവും വിലപിടിപ്പതായിട്ടൊരു സ്വർണ്ണമാല അവിടെ കൊടുത്തു. അപ്പോൾ ഈ സ്വർണ്ണമാലയ്ക്കൊന്നും ഒരു വിലയില്ല. അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ എത്രയോ വിലയുള്ളതാണ് ശ്രീരാമചന്ദ്രൻ, ശ്രീരാമൻ്റെ നാമം, ശ്രീരാമൻ്റെ രൂപം. നാമവും നാമിയും യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ ഈ മാല അതിവിശിഷ്ടമായ മാലയാണ്. അപ്പോൾ തന്നെ പറയാമല്ലോ, സ്വർണത്തിനൊക്കെ എന്താ വില എന്ന് അറിയില്ലേ. അപ്പോൾ ഏത് കാലത്തും സ്വർണത്തിന് വിലയാണ്. അപ്പോൾ ആ സ്വർണ്ണമാല, രത്നമാല അങ്ങോട്ട് കിട്ടിയപ്പോൾ ഒന്ന് നോക്കിയെന്നാണ്, ഇതിൽ ശ്രീരാമൻ ഉണ്ടോ? അതിലെങ്ങനെയാണ് ശ്രീരാമൻ ഉണ്ടാവുക? ഉണ്ടേ, എല്ലായിടത്തും ഉണ്ടാവണം. നോക്കിയപ്പോൾ കാണാനില്ല, ഇതിൽ ശ്രീരാമനെ കാണാനില്ല. അപ്പോൾ എങ്ങനെയാ? ഒന്നുകൂടി വ്യക്തമായിട്ട് നോക്കണ്ടേ? ഒന്ന് കടിച്ചു പൊട്ടിച്ചു നോക്കിയാലോ, അതിനുള്ളിലുണ്ടാക്കിയാലോ. ഇപ്പോൾ പ്രഹ്ലാദനോട് പറഞ്ഞില്ലേ, എവിടെയാണ് എല്ലായിടത്തും കൃഷ്ണ വിഷ്ണു ഉണ്ട് എന്നൊക്കെ പറയുന്നത്, എന്നാൽ എന്താ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഭഗവാൻ തന്നെ നേരിട്ട് സ്തംഭം പിളർന്ന് വന്നു നരസിംഹമൂർത്തിയായിട്ട്. അപ്പം ഇവിടെ എന്താ നോക്കിയപ്പോൾ കാണാൻ ഒരു വലിച്ച കയറാൻ കൊടുത്തു. ഇത് എനിക്ക് വേണ്ട, ഇതിനൊന്നും ഒരു മൂല്യമില്ല. ശ്രീരാമനില്ലാത്ത മാല എന്ത്? എനിക്കിത് വേണ്ട. എന്താ അങ്ങനെ ചെയ്തത്? ഇത്ര കാര്യമായിട്ട് കൊടുത്ത ഈ സാധനം ഒരു വിലയില്ലാതെ വലിച്ചെറിഞ്ഞു. അപ്പം എന്ത് ചോദിച്ചു? അതിന് രാമനില്ലാത്തത് എന്തിനാ എനിക്ക്? ഇപ്പം എല്ലായിടത്തും രാമുണ്ടെന്ന് എൻ്റെ ശരീരത്തിൽ രാമുണ്ടോ? കാണട്ടെ. ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറുകിട പിളർന്നു കൊടുത്തപ്പോൾ ശ്രീരാമൻ ശരിയുണ്ട് അതിനുള്ളിൽ എന്ന് രാമായണത്തിൽ. അപ്പം അങ്ങനെ എല്ലാം ഭഗവാനായിട്ട് കാണാൻ പഠിപ്പിക്കുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ ചെയ്യുന്നത്. പിന്നെ പറയുന്നു, വേദാനാം സാമവേദോസ്മി. സാമവേദം നമുക്കറിയാം, വേദങ്ങൾ. അതിൽ സാമവേദം ഞാനാണ്. ദേവാനാം അസ്മി വാസവ. ദേവന്മാരിൽ വെച്ച് ഇന്ദ്രൻ ഞാനാണ്.
ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതന. ഇന്ദ്രിയങ്ങളിൽ വെച്ച് മനസ്സാണ് ഞാൻ. ഈ മനസ്സാണ് എല്ലാറ്റിനും കാരണമല്ലേ. ഇന്ദ്രിയങ്ങളെ എല്ലാം ചലിപ്പിക്കുന്ന മനസ്സാണ്. അപ്പോൾ ചെയ്യണം എന്ന് കണ്ണ് അത് കാണണം, അത് വേണം, അതിങ്ങനെ വേണം എന്ന് പറയുക, നിർബന്ധിക്കുക, അത് മനസ്സാണ്. മനസ്സുകൊണ്ട് അതാണ് വേണം തീരുമാനിക്കും. അപ്പം എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരു വിധത്തിൽ ചലിപ്പിക്കുന്നത് ഈ മനസ്സാണ്. തെറ്റ് ചെയ്യണമെങ്കിലും അതിലേക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാണ്, അതിന് പ്രേരണ നൽകുന്ന മറ്റു ഇന്ദ്രിയങ്ങളാണെങ്കിലും മനസ്സ് അത് വേണ്ടാതാണ് വെക്കാം, അല്ലേ. ഞാനത് ചെയ്യില്ല, അത് തെറ്റാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണ്, അയാളുടെ സ്വത്ത് അപഹരിക്കുകയാണ്, തെറ്റാണ് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ആ സമയത്ത് നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നു? വേണം, വേണ്ട, നിങ്ങൾ വേണ്ട, ചെയ്തു, തെറ്റാണ്, ചെയ്യരുത് എന്നങ്ങോട്ട് നിർബന്ധിക്കുള്ളൂ. പക്ഷേ സമയത്ത് ശക്തി ചെയ്താ വേണം എന്നങ്ങോട്ട് തോന്നിപ്പിക്കും വേണ്ടാത്തത്. അപ്പം അത് മനസ്സ് ഞാനാണ് എന്ന് ഭഗവാൻ പറയണം. അപ്പം എല്ലാറ്റിലും ശ്രേഷ്ഠമായിട്ടുള്ള ശക്തിയേറിയത്, ബലമേറിയ, ഇങ്ങനെ ഓരോ രീതിയിൽ എടുക്കണം. ഭൂതാനാമസ്മി ചേതന, ഇൻ്റലിജൻസ്, നമ്മളെ ചേതന, ഭൂതജാലങ്ങൾ ഞാനാണെന്നു. നമുക്ക് ബുദ്ധിയോടാണ് നമ്മൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അല്ലേ. അപ്പോൾ ബുദ്ധിശക്തി ഞാനാണ് ജീവജാലങ്ങളിൽ. രുദ്രാണാം ശങ്കരശ്ചാസ്മി, രുദ്രന്മാരിലെ ശങ്കരൻ മഹാദേവൻ ഞാനാണ്. വിത്തേശോ യക്ഷരക്ഷസാം, വിത്തേശൻ കുബേരൻ ഞാനാണ്. വിത്തൻ, വിത്താധിപൻ, വിത്തനാഥൻ, ശ്രേഷ്ഠനായിട്ടുള്ള ആള് ആരാണ്? കുബേരനാണ്. എല്ലാറ്റിലും അധികം സാമ്പത്തിക സ്വത്തുള്ള ആള്, ശിവഭക്തനാണ്. അപ്പോൾ എന്താ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു ചുരുക്കം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ കുബേരൻ എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയില്ല. അപ്പോൾ ഇവിടുത്തെ കോടീശ്വരന്മാരിൽ ഒരാൾ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ പറയാം. അതായത് ഇതൊക്കെ പുരാണത്തിൽ ഉള്ള പലതും നമുക്ക് അതിൻ്റെ വില ശരിക്കും അറിയില്ല, അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയില്ല. അപ്പം അറിയുന്ന ഉദാഹരണമായിട്ട് ഒരു കോടീശ്വരൻ്റെ കാര്യമാണ് പറയാം നമുക്ക്. അതുപോലെ പുരോധസാം ച മുഖ്യം മാം, പുരോഹിതന്മാരിൽ വെച്ച് മുഖ്യനായിട്ടുള്ള ബൃഹസ്പതിയാണ് ഞാൻ. അപ്പം നമ്മുടെ ഗുരുനാഥൻ ശ്രേഷ്ഠനാണ്, ദേവഗുരുവാണ് ബൃഹസ്പതി, അത് ഞാനാണ്. പിന്നെയോ സേനാനീനാം അഹം സ്കന്ദ, സേനാനികൾ വെച്ച് സാക്ഷാൽ മുരുകൻ ഞാനാണ്, സ്കന്ദൻ ഞാനാണ്, സേനാനായകൻ അഗ്രഗണ്യനാണ്, അദ്ദേഹം ഞാനാണ്. അപ്പം ഇങ്ങനെ പലതും പറയുന്നു. സരസാമസ്മി സാഗര, ജലാശയങ്ങൾ, ഏറ്റവും വലിയ ജലാശയങ്ങളാ സമുദ്രം, അത് ഞാനാണ്. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം, അക്ഷരാണാം അകാരോസ്മി, ഓങ്കാരം ഞാനാണ്. മഹർഷികളിൽ ഭൃഗു മഹർഷി ഞാനാണ്. യജ്ഞാനാം ജപയജ്ഞോസ്മി, സ്ഥാവരാണാം ഹിമാലയാം, യജ്ഞങ്ങൾ, പല യജ്ഞങ്ങളുണ്ട്. അതിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള യജ്ഞം നാമജപം. അപ്പം എല്ലാ യജ്ഞങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള നാമജപമാണ്. കലൗ തത് ഹരികീർത്തനാൽ എന്ന് പറയുന്നുണ്ട്. കലികാലത്ത് നാമജപം കൊണ്ട് മറ്റ് യുഗങ്ങളിലൊക്കെ ഹൃദേ ധ്യായതേ വിഷ്ണു, ത്രേതായാം അത്യുതോ മഖൈഹി, ദ്വാപരേ പരിചര്യായാം കലൗ തത് ഹരികീർത്തനം. ഹരികീർത്തനം, നാമജപം ഞാനാണ്. ഏറ്റവും ഇതാണ് നാമജപത്തിൻ്റെ പ്രാധാന്യം. നമ്മൾ ഭാഗവതത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. നാമം ജപിച്ച് നാമജപം കൊണ്ട് എന്താണ് യമദൂതന്മാരിൽ നിന്ന് രക്ഷപ്പെട്ട് വൈകുണ്ഠലോകത്തിലെത്തിയ അജാമിളൻ എന്നുണ്ട്. അപ്പം അത്ര പ്രാധാന്യമുള്ളതാണ് ജപയജ്ഞം, അത് ഞാനാണ്. പിന്നെ പറയുന്നു അശ്വത്ഥ സർവവൃക്ഷാണാം ദേവഋഷീണാം ച നാരദാം ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി, സിദ്ധന്മാരിലെ കപിലമുനി ഭാഗവത്തിൽ നമ്മൾ പഠിച്ചതാണ്. പിന്നെയോ അശ്വത്ഥ സർവവൃക്ഷാണാം, എല്ലാ വൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായിട്ടുള്ള അശ്വത്ഥം ഞാനാണ്. അശ്വത്ഥം അരയാൽ. ദേവഋഷികളിൽ വെച്ച് നാരദ മഹർഷി ഞാനാണ്. ഗന്ധർവന്മാരിൽ ചിത്രരഥനാണ്. ഇപ്പം ഇതൊക്കെ നമുക്ക് അത്ര പരിചയമില്ല, നല്ല ഭാഗവതമൊക്കെ പരിചയമില്ലാത്ത സാധാരണക്കാർക്ക് ഇത് അറിയില്ല. അപ്പം ഇതിന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ശ്രേഷ്ഠങ്ങളായിട്ടുള്ളത്. എനിക്ക് അവസാനം പറയുന്നുണ്ട്, യത്തദ് വിഭൂതിമൽ സത്വം ശ്രീമദോർജിതമേവ വാ. എന്തെങ്കിലും
ശ്രേഷ്ഠമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഞാനാണെന്ന് മനസ്സിലാക്കുക. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശ്രേഷ്ഠത. അപ്പോൾ അമ്പലം ചില വളരെയധികം ഭഗവാന്റെ ചൈതന്യം അങ്ങനെ മുറ്റി നിൽക്കുന്ന ഗുരുവായൂരമ്പലം മുതലായ സ്ഥലങ്ങൾ. അപ്പോൾ മറ്റുള്ള ഇന്നത്തെ കാലത്തേക്കുള്ളത് കുറച്ചുകൂടി മുമ്പുള്ളതായതുകൊണ്ടാണ് അത് പറയാത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ പറയുമായിരുന്നു. ക്ഷേത്രങ്ങളെ പറ്റി അത്ര പറയുന്നില്ല, പുരാണങ്ങൾ തുടങ്ങുന്നതുള്ളൂ, അധികമില്ല ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് ഇതിലൊന്നും. അതുകൊണ്ട് നമുക്ക് ഒരു പക്ഷേ ഒന്നുകൂടി എളുപ്പമായിട്ട് പറയാം, മനസ്സിലാക്കാൻ പറ്റുന്ന ശബരിമല, ഗുരുവായൂർ എന്നൊക്കെ പറയാം ശ്രേഷ്ഠങ്ങളായിട്ടുള്ളത്. പിന്നെ പറയുന്നു ഇതൊക്കെ ഞാൻ തന്നെയാണ് എന്ന്. ഇനി ഉച്ചൈശ്രവാഹ തുരങ്കാന എന്ന് പറഞ്ഞൊക്കെ പറയുന്നു. ഉച്ചൈശ്രവസം അശ്വത്ഥം ഉച്ചൈശ്രവസം അശ്വാനാം. ഉച്ചൈശ്രവസ് ഭാഗവതത്തിൽ നമ്മൾ അമൃതമഥനം കഥയിൽ അമൃത് കടഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ ഉച്ചൈശ്രവസ് എന്ന കുതിര പൊന്തി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുതിരകളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളത് ആണ് അശ്വത്ഥം. എന്താണ് ഉച്ചൈശ്രവസ്. അപ്പോൾ അത് ഞാനാണ്. വിദ്ധിമാം അമൃതോത്ഭവം, അമൃതമഥന സമയത്തുണ്ടായിട്ടുള്ള ഉച്ചൈശ്രവസ്. പിന്നെയോ ഐരാവതം ഗജേന്ദ്രാണാം. ഐരാവതം ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആനകളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള ഐരാവതം ഞാനാണ്. നരാണാം ച നരാധിപം. നരന്മാരിൽ വെച്ച്, നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ വെച്ച് ശ്രേഷ്ഠനാണ്. നരാധിപനാണ് രാജാവ്. അപ്പം രാജാവ് ഞാനാകുന്നു എന്ന് പറയുകയാണ്. ആയുധാനാം അഹം വജ്രം ധേനൂനാമസ്മി കാമധുക്. വജ്രായുധം നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചതാണ്. ഇന്ദ്രൻ എങ്ങനെയാണ് ഈ വജ്രായുധം ഉണ്ടാക്കിയത്, കിട്ടിയത്, അതുകൊണ്ട് എന്തേ ഫലം ഉണ്ടായത്, വൃത്രാസുരനെ കൊന്നു എന്നൊക്കെ പഠിച്ചതാണ്. അപ്പം ആയുധങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള വജ്രായുധം ഞാനാണ്. ധേനൂനാമസ്മി കാമധുക്ക്. ധേനു, പശുക്കളിൽ കാമധേനു ഞാനാണ്, എല്ലാം തരുന്ന കാമധേനു. ഇങ്ങനെ പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാം അസ്മി വാസുകി. കാമദേവൻ ഞാനാണ്. സന്തതി ഒക്കെ ഉണ്ടാവാൻ കാമവികാരം ജനിക്കുക, കാമത്തിൽ നിന്നാണ് ഇതുണ്ടാവുന്നത്. അപ്പം അതിൻ്റെ കാമത്തിൻ്റെ ദേവൻ കാമദേവൻ ഞാനാണ്. പിന്നെ സർപ്പാണാം അസ്മി വാസുകി. സർപ്പങ്ങളിൽ വെച്ച് വാസുകി ഞാനാണ്. വാസുകിയെ പറ്റിയിട്ട് നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചതാണ്. പിന്നെ നാഗാന അനന്തശ്ചാസ്മി നാഗാനാം. അനന്തൻ, നാഗങ്ങളിൽ വെച്ച് അനന്തൻ. അപ്പോൾ ഒരു ഇത് കണ്ടു, ഈ നാഗം സർപ്പം തമ്മിലുള്ള വ്യത്യാസം. സർപ്പം എന്ന് പറഞ്ഞാൽ വിഷമുള്ള പാമ്പുകൾ, നാഗം അങ്ങനെയല്ല. അപ്പം നാഗങ്ങളിൽ അനന്തൻ ഞാനാണ്. ജലദേവതകളിൽ ഞാൻ വരുണനാണ്. പിതൃഗണാം അര്യമാശ്ചാസ്മി. പിതൃക്കളിൽ അര്യമാവ്, പിതൃക്കളുടെ ശ്രേഷ്ഠൻ അര്യമാവ്. യമസംയമതാമഹം. ശിക്ഷിക്കുന്ന ദണ്ഡനീതി ഒക്കെ നടപ്പാക്കുന്ന യമധർമ്മൻ, അത് ഞാനാണ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ശ്രേഷ്ഠത. അപ്പം നമ്മൾ പൊതുവെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളൂ, അതാണ് ഭാഗവതത്തിലുള്ള ഓരോരോ പുരാണങ്ങൾ, കഥാപാത്രങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇവിടെ പൊതുവേ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പലതും പറയാമെന്ന്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സംഭവം ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഏതായാലും ഒരു ശ്ലോകം കൂടി അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതെന്താണ്? പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം. ദൈത്യന്മാരിൽ വെച്ച്, അസുരന്മാരിൽ വെച്ച് ശ്രേഷ്ഠൻ പ്രഹ്ലാദൻ എന്നാണ്. അതെന്താ കാരണം? പ്രഹ്ലാദൻ അസുരകുലജാതനാണെങ്കിലും ഭഗവാനെ ഭജിച്ച് ഭഗവത് ഭക്തനായിട്ട് ഭഗവാൻ നേരിട്ട് സന്തോഷിച്ചു വന്ന് പ്രഹ്ലാദനെ രക്ഷിച്ചു, നരസിംഹമൂർത്തിയായി വന്നിട്ട്. എന്നിട്ട് ആ പ്രഹ്ലാദ സ്തുതിയൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പോൾ അസുരന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള പ്രഹ്ലാദൻ ഞാനാണ്. പിന്നെയോ കലയതാമഹം. കാലം, ഗണന, എല്ലാ കാലഗണന അല്ലേ, അതിൽ കാലം ഞാനാണ്. ഗണിക്കുന്നതിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളത് കാലമാണ്, അത് ഞാനാകുന്നു. മൃഗാണാം ച മൃഗേന്ദ്രോഹം. മൃഗങ്ങൾ, മൃഗരാജാവ് സിംഹം, അത് ഞാനാണ്. വൈനതേയശ്ച പക്ഷിണാം. പക്ഷികളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള ആളാര? വൈനതേയൻ.
ഗരുഡൻ ഞാനാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചുരുക്കം പറയാം. പിന്നെ ഈ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ തത്വം മനസ്സിലങ്ങനെ കാണണം. എന്താണ്? ഭഗവാൻ അല്ലാതൊന്നുമില്ല, കാണുന്നത് സർവം ഭഗവാനാണ്. അപ്പം അതാണ് വിശ്വസിക്കാൻ വിഷമമുണ്ട്. പാമ്പും ഭഗവാനാണെന്നൊക്കെ പറഞ്ഞാൽ ഹായ്, അത് നമുക്ക് അങ്ങോട്ട് പറ്റില്ല അല്ലേ? ഉദവി പാമ്പ് പേടിയാണ് നമുക്ക്, അത് ഈശ്വരനാണ്. അപ്പോൾ ആ ചുരുക്കം എന്താ വെച്ചാൽ ഈശ്വരനല്ലാതെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഈശ്വരൻ നമ്മളെ വെറുക്കില്ലല്ലോ. നമ്മളെ ആരാധിക്കുന്ന ഭഗവാൻ നമുക്കൊരിക്കലും വെറുക്കാൻ സാധിക്കാത്ത ആളാണ്. അപ്പോൾ ആരെയും വെറുക്കാതെ ജീവിക്കാൻ സാധിക്കും ഇങ്ങനെ എല്ലാം വിഷ്ണുമയമായിട്ട് കാണുമ്പോൾ. വിശേഷമായിട്ട് ഇനി ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, നല്ലത്, ശ്രേഷ്ഠമായിട്ടുള്ളത്, ആകർഷണീയമായിട്ടുള്ളത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അത് ഞാനാണെന്ന് അങ്ങ് വിചാരിച്ചോളൂ എന്ന് ചുരുക്കം. ഏതായാലും കുറച്ച് ഭഗവാന്റെ മഹിമ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിപ്പിച്ചു തന്ന ആ കരുണാമൂർത്തിക്ക് നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ.